എന്നാൽ ഇവർ 6 ആൾക്കുള്ള ലാസ്റ്റത്തെ ടാസ്ക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് കുറഞ്ഞ 7 സെക്കൻഡ് കൊണ്ട് ഒരു സ്കിറ്റോ ഡാൻസോ എന്തെങ്കിലും കളിക്കാന്നുള്ളത്. അപ്പോൾ അതിലെല്ലാവരും പെർഫോം ചെയ്ത് അപ്പം അനീഷിൻ്റെ 6 ആൾക്കാരെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ആ ഒരു പോയിൻറ്റ്സ് കൊടുത്തത് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർക്കല്ല ആ ഒരു പോയിൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. കാരണം അവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് അക്ബറിനാണ്. പക്ഷേ അക്ബർ അങ്ങനെ എന്താ അക്ബറും അനുമോൾക്കുമാണ് കേട്ടോ. പക്ഷെ അവിടെ ഒരു ജസ്റ്റ് ഒന്ന് പാട്ട് പാടി എന്നല്ലാതെ അതിലേക്ക് പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ളൊരു ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളും നന്നായിട്ട് അനീഷിൻ്റെ ഗ്രൂപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു, ശൈത്യ ഒക്കെ. പക്ഷെ അവർക്ക് 4th സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ശൈത്യ ഒക്കെ പറയുന്നുണ്ട്, ശൈത്യയും ആദിലയും നൂറിയൊക്കെ പറയുന്നുണ്ട് നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ട്, പക്ഷേ അനീഷിൻ്റെ ഗ്രൂപ്പ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവർ ഈ ഒരു പിന്നെ ഇത്ര പൊസിഷനിൽ നമ്മളെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അവിടെ വളരെ ചീപ്പായിട്ടുള്ളൊരു ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം അനീഷ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാവരും കൂടിയാണ് അയാളെ ആക്രമിക്കാനായിട്ട് പോകുന്നത്. ഞാൻ എപ്പോഴും ലൈവും എല്ലാം കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കൂട്ടത്തോടെ കടന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അനീഷ് വളരെ നല്ല വ്യക്തി എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അനീഷിൻ്റെ അടുത്തൊരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷ് എല്ലാം പറയും, കാര്യം പറയുമ്പോൾ. പക്ഷേ അനീഷിനോട് ആരെങ്കിലും ഒരു കാര്യം പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ അനീഷ് അത് കേൾക്കില്ല. പിന്നെ എന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പറയില്ല. അങ്ങനത്തെ കുറേ സ്വഭാവങ്ങളുണ്ട്. പക്ഷേ ആസ് എ ഗെയിമർ എന്നുള്ള നിലയ്ക്ക് അനീഷ് അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പം അനീഷ് ഇപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം അവരെല്ലാവരും വന്നിട്ട് അനീഷിനെ ആക്രമിക്കുന്ന പോലാണ്. പക്ഷെ അവിടെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കുറച്ച് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യും, കുറച്ച് ആൾക്കാർ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു ഡാൻസിൻ്റെ കാര്യം വന്നപ്പോഴും അതേ രീതിയിലാണ് അവർ പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒണിയിലും പിന്നെ ഷാരികയും ഇപ്പം ഡെഡ് സോണിലാണ് ഉള്ളത്. അപ്പോൾ അത് ബിഗ് ബോസ് കൊടുത്തൊരു പണിയാവാനാണ് ചാൻസ്. കാരണം ഡിസേർവിങ് അല്ലാത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും കളിക്കൽ. കാരണം ഇവരെക്കാളൊക്കെ വലിയ ഗെയിമറാണല്ലോ ബിഗ് ബോസ്.